ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വിഭവങ്ങളുടെ റെസിപ്പീസാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ 4 വെറൈറ്റി സ്നാക്സാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ അത് ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവിനായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ആ ചിക്കൻ വെന്ത് വന്നതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. പിന്നെ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചിക്കന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ചിക്കൻ ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോകണ്ട കേട്ടോ. ആ ഒരു സവാളയുടെ കടി ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ക്യാപ്സിക്കൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കൊക്കെ പച്ചയിൽ കഴിക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു റെഡിയാക്കി എടുത്തിട്ടുള്ള മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനാവശ്യമായിട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ കയ്യിൽ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം കിഴങ്ങിൽ അധികം പൊടിയൊന്നും ഇല്ലാത്ത കിഴങ്ങാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇത്തിരി ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓയിലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഷേപ്പാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേമിയ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. 2 കൈയും വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല സ്റ്റിക്കി ആയിട്ട് ഈ ഒരു സേമിയ ഇതിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും വേവാനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സേമിയൊക്കെ ഒന്ന് പുറം ഭാഗത്തുള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഒരു 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മല്ലിയിലയും ഒരു പിടി മല്ലിയിലയും പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും പുളി നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും പാകത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. പൊട്ടിപ്പോവാതെ കുറച്ച് തിന്നായിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചമ്മന്തി കുറച്ച് വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ചമ്മന്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ നടുക്കായിട്ട് ഒരു കാടമുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാടമുട്ട കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് ചെറിയൊരു പീസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കാടമുട്ട ആയതുകൊണ്ട് മുറിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. മുട്ടയാകുമ്പോൾ ബോളാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു അല്പം ഉപ്പും വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നും എടുത്തിട്ട് ആദ്യം ഇതുപോലെ കോൺഫ്ലവറിലോ അല്ലെങ്കിൽ മൈദയിലോ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ആ പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ, എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ കെച്ചപ്പ് ഇല്ലെങ്കിലും ചമ്മന്തി ഉണ്ടായതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാല തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഉള്ളിയും ക്യാപ്സിക്കും എല്ലാം ഇട്ടിട്ടുണ്ട് ചിക്കനിലേക്ക്. ചിക്കൻ വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വേറൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെറ്റ്യൂസ് അരിഞ്ഞതാണ് കേട്ടോ. ലെറ്റ്യൂസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഷവർമയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ലെറ്റ്യൂസ് ഇല്ലെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുത്താലും മതി. ക്യാബേജിൻ്റെ ഫ്ലേവർ ചിലവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലെറ്റ്യൂസാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. അപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ മൈദ കുഴച്ചെടുക്കുകയാണ്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു വിധത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല. ഈ ഒരു സമയം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ച് ഇങ്ങനെ നീട്ടിയെടുത്തതിന് ശേഷം ഒരു പൂരിയുടെ വലുപ്പത്തിലുള്ള ഓരോ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പലകയിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൂരിയുടെ വലുപ്പത്തിൽ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ മുഴുവനായിട്ട്. പിന്നെ മൈദ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നും കൂടി പോകരുത് കേട്ടോ. നല്ല കറക്റ്റ് ആ ഒരു പാകത്തിൽ തന്നെ വേണം, എന്നാലേ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ 2 സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു പൂരി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം ഇനി നിങ്ങൾക്ക് ഒന്ന് ലെവലായിട്ടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്കിനി 2 ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് ഇതിൽ ഒട്ടിച്ച് വെക്കാം. അങ്ങനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്ലാസ് എടുക്കുമ്പോൾ ഇതുപോലെ നീളത്തിലുള്ള സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് മാത്രമാണ് കേട്ടോ നല്ലത്. മറ്റേത് നമ്മളെ ചെറിയ ഗ്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോവും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വേർപെട്ട് വരും കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് വേർപെട്ട് വരും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം. പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. വെറും മൈദ ആയതുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി ഉള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു ബാസ്ക്കറ്റിലാണ് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ, അത് ഇതിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ മയോണൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ആക്കുന്നത്. ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ചയോളം ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വരില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാസ്ക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ലെറ്റ്യൂസും സോസും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ഷവർമയുടെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങിലൊക്കെ ഇത് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ എണ്ണയില്ലാത്ത ഒരു സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പൊരിച്ചതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വെള്ളമൊന്നും കൂടി പോവാതെ കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെക്കാം കേട്ടോ. സമയമില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാലും മതി.
മാവ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു ചട്നി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മോമോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മോമോസിലേക്ക് ചട്നി ഉണ്ടെങ്കിലേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 വറ്റൽമുളകും അത്യാവശ്യം വലിപ്പമുള്ള ഒരു 2 തക്കാളിയും കൂടെ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരണം കേട്ടോ. ഈ ഒരു മുളകും തക്കാളിയും ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. അതായത് ഈ ഒരു തക്കാളിയിലുള്ള തൊലിയൊക്കെ ഒന്ന് ഇളകി വരണം കേട്ടോ വെന്തിട്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയിലുള്ള തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം മുളകും തക്കാളിയൊക്കെ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ. ഇതിലേക്ക് ഒരു ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി 1/2 ടീസ്പൂണും ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നല്ല കുഞ്ഞതായിട്ട് വേണ്ട അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പൊടിയായിട്ട് അരിയാന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു തക്കാളിയുടെയും മുളകിൻ്റെയും പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ സോയാ സോസും പാകത്തിനുള്ള ഉപ്പും പാകത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നാൽ നമ്മുടെ ചട്നി റെഡിയായി. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബോൺലെസ് ചിക്കൻ ആണ്. ചിക്കൻ മോമോസ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോൺലെസ് ചിക്കന് ഇങ്ങനെ അരച്ചിട്ട് നമുക്ക് മോമോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരച്ചിട്ട് പച്ചയിൽ തന്നെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം വേണം അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അല്ലെങ്കിൽ വെറും ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്കൊരു 2 സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും ഇപ്പം മല്ലിയില അരിഞ്ഞതും പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ആയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൈദ മാവ് എടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു ബോളായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കനം കുറച്ചിട്ട്, നല്ല കനം കുറക്കണ്ട, നല്ല കനം കുറച്ചാൽ ഇതൊന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പാക്കാൻ പറ്റുമോ അത്രത്തോളം വലിപ്പത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലൊരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസിലും ഇതുപോലെ ഫില്ലിങ് ആവശ്യത്തിന് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓരോ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ ഒരു കിഴി പോലെ ഇങ്ങനെ ഷേപ്പിലാക്കി എടുക്കാം. പിന്നെ നീളത്തിലൊക്കെ ഷേപ്പിലാക്കി എടുക്കാമല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ മോമോസ് നമുക്ക് 1-2 ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ആക്കിയെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ സ്റ്റീമറിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. സ്റ്റീമറിൻ്റെ തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മോമോസ് എല്ലാം അതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മോമോസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്.